നെക്സ്റ്റ് ഡേ മിത്ര എണീക്കുമ്പോൾ തൻ്റെ അടുത്ത് കുട്ടികളെ കാണാതെ അവൾ ഒരുപാട് ടെൻഷനിലാകുന്നു. ആണ്ട് വന്ന് നീ ടെൻഷനാകേണ്ട ആവശ്യമില്ല, നിക്കും റീനയും പ്രിൻ്റെ കൂടെ കളിക്കുകയാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ പ്രിന്നെ കാണുമെന്ന് പറഞ്ഞ് രണ്ടുപേരും വാശി പിടിച്ചു. പ്രിൻ ആ ടൈമിൽ നിന്റെ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. സോ ഞാനാണ് അവരെ അവൻ്റെ കൂടെ വിട്ടത്. അവരെല്ലാവരും ബീച്ച് സൈഡിൽ എൻജോയ് ചെയ്യുകയാണെന്ന് ആണ്ട് പറയുന്നു. എൻ്റെ കുട്ടികളെ എൻ്റെ കയ്യിൽ തട്ടിയെടുക്കാൻ വേണ്ടിയാണോ പ്രിൻ ശ്രമിക്കുന്നതെന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു? നീ എന്താ നിന്നെപ്പോലെ നിന്റെ കുട്ടികളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന മറ്റൊരാൾ കൂടി ഉണ്ടെന്നറിഞ്ഞതിൽ ഹാപ്പി അല്ലേ? സത്യത്തിൽ കുട്ടികളുടെ അടുത്ത് പോകാൻ നീ പ്രിന് പെർമിഷൻ കൊടുത്തതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് ആണ്ട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ പ്രിൻ കുട്ടികളുടെ കൂടെ ബീച്ച് സൈഡിൽ എൻജോയ് ചെയ്യായിരുന്നു. ദൂരെ മാറി നിന്ന് ഇതെല്ലാം മിത്ര കാണുന്നുണ്ട്. അവള് ഹാപ്പിയായിരുന്നു. അപ്പോൾ ടോഡ് അവളെ കോൾ ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വന്ന് നമ്മുടെ മാരേജിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദിവസം കൂടുന്തോറും നിന്റെ സ്റ്റൊമക്ക് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നീ അപ്പോൾ ആളുകളോട് എൻ്റെ എക്സ്പ്ലനേഷൻ പറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഒരുപാട് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. മിത്ര അവിടേക്ക് വരുമ്പോൾ റീന ഓടി വന്ന് മിത്രയെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ പറയുന്നു. പ്രിൻ അവളെ ടീസ് ചെയ്തുകൊണ്ട് നിക്കിനോട് കമോൺ പ്രിൻസസ്, പ്രിൻസിൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറയുന്നുണ്ട്. ഈ സാൻഡി കളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നവൾ പറയുമ്പോൾ പ്രിൻ അവളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ കളിക്കൂ, നല്ല രസമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമല്ല എന്നവൾ പറയുമ്പോൾ നീ ഒന്ന് കളിച്ചു നോക്കൂ, എന്നാലല്ലേ എൻജോയ് ചെയ്യൂല്ലേന്ന് അറിയത്തുള്ളൂ എന്ന് അവൻ പറയുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിക്കിന്റെ കണ്ണിൽ സാൻഡ് പോകുന്നു. അവൻ കരയുന്നുണ്ട്. പ്രിൻ വന്ന് ഒരുപാട് കെയറിങ്ങോടെ നിക്കിന്റെ കണ്ണീന്ന് ആ സാൻഡ് മാറ്റുന്നു. നിക്ക് അവനെ ഹഗ് ചെയ്യുന്നു. റീന ഓടി വന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇവരുടെ 4 പേരുടെയും ഈ ഹാപ്പി ഫാമിലി ദൂരെ നിന്ന് ആണ്ട് പോയി കാണുന്നുണ്ടായിരുന്നു. ആണ്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മിത്രയാകട്ടെ താൻ ഇതൊന്നും ഒട്ടും കെയർ ചെയ്യാത്ത പോലെ ആക്ട് ചെയ്യുന്നു. ഒരു ബ്രാൻഡിന്റെ ആഡ് ഷൂട്ടിങ്ങിനു വേണ്ടി ഗണ്ണിന്റെ സ്റ്റാർലൈറ്റ് ഹോട്ടലിലേക്ക് പാമം വരുന്നു. അവിടെയാണല്ലോ ഇപ്പോൾ മിത്രയും ഫാമിലി ഉള്ളത്. ഈ കാര്യം പ്രിൻ അറിയുമ്പോൾ അവൻ ഒരുപാട് ഷോക്കാകുന്നു. കാരണം മിത്രയും കുട്ടികളെയും പാം കാണുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നമാകുമെന്ന് അവൻ അറിയാമായിരുന്നു. പ്രിൻ വെളിയിലേക്ക് വരുമ്പോൾ പാം അവനെ കാണുന്നു. അവൻ്റെ അടുത്തേക്ക് വന്ന് ഓ ഹലോ, നിന്നെ ഇവിടെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നിന്നെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ ഇവിടേക്ക് വരും എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടേക്ക് വരില്ലായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ ഇൻസൾട്ടൊന്നും പാം മൈൻഡ് ചെയ്യാതെ അവൾ അവനോട് ഫ്ലേർട്ട് ചെയ്യുന്നു. നീ ഇവിടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്ന കാര്യം മിത്രയ്ക്ക് അറിയാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എൻ്റെയും മിത്രയുടെയും കാര്യങ്ങളിൽ നീ ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ മിത്രയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ പോലെ അവളെ ഹർട്ട് ചെയ്യാമെന്ന് നീ വിചാരിക്കണ്ട. നീ അവളെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പ്രിൻ പറയുന്നു. അതു ശരി, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മിത്ര തിരിച്ച് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. നീ വെറുതെ അവളുടെ പിറകെ നടന്ന് നിന്റെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ലാന്ന് പാം പറയുന്നുണ്ട്. ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ പിറകെ നടന്ന് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിന്റെ ഈ പ്ലാനിൽ വീഴാൻ ഞാൻ ചെന്നല്ല. പിന്നെ ഒരു കാര്യം കൂടി, മിത്രയെ ഹർട്ട് ചെയ്യാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പ്രിൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ നിക്കും റീനയും പൂളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നോക്കി സൈഡിൽ മിത്ര ഇരുണ്ടായിരുന്നു. അപ്പോൾ പാം അവിടേക്ക് വരുന്നു. മിത്ര, നീ ഇവിടെയോ? എന്ത് കോയിൻസിഡൻസ് ആണ്. ഈ കുട്ടികൾ ആരാണ്? വളരെ ക്യൂട്ടാണല്ലോ. ഇവരിനി നിന്റെ സിസ്റ്ററും ബ്രദറും ആണോ? പക്ഷേ ഇവർ ഒരുപാട് യങ്ങാണ്. നിന്റെ പേരൻസിന്റെ മക്കളാകാൻ ഒരു ചാൻസും ഇല്ല. ഇത്രയും ക്യൂട്ട് കുട്ടികൾ ഇനിയിപ്പോൾ നിന്റെയാണോ? ഇവരുടെ ഫാദർ ആരാണെന്നെല്ലാം പാം ചോദിക്കുന്നു. മിത്രയ്ക്കാണെങ്കിൽ എന്തു പറയണം എന്നറിയില്ല. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് ദൂരെ നിന്ന് പ്രിൻ കാണുന്നു. മിത്ര ആകെ ടെൻഷനിലായിരുന്നു. ഇത് കാണുമ്പോൾ പ്രിൻ വന്ന് കുട്ടികളെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ഈ സീൻ കാണുന്ന പാം മിത്രയോട് ഇനി അന്നു രാത്രി സംഭവിച്ച ആ ഇൻസിഡന്റ് കാരണം നിനക്കുണ്ടായ കുഞ്ഞുങ്ങളാണോ ചോദിക്കുന്നു. മിത്ര ദേഷ്യത്തിൽ ജസ്റ്റ് ഷട്ട് അപ്പ്. നീ ഇവിടെ നിന്റെ ജോലി ചെയ്യാൻ വന്നേല്ലേ? നീ നിന്റെ കാര്യം നോക്കൂ. ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടും ആളുകൾ നിനക്ക് ജോലി തരുന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുകൊണ്ട് നിന്റെ ജോലി നീ നന്നായിട്ട് ചെയ്യൂ. പിന്നെ ഒരു കാര്യം കൂടി,
പഴയ മിസ്റ്റേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനുശേഷം നിനക്കൊരിക്കലും ജോബ്സ് കിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞ് മിത്ര അവിടുന്ന് പോകുന്നുണ്ട്. പാമാകട്ടെ നല്ല ദേഷ്യത്തിലും. ആളുകൾ ഒരിക്കലും ഈസിയായി ചേഞ്ച് ആകില്ല. ഞാൻ നിന്നെ പണ്ടും നശിപ്പിക്കാൻ ആഗ്രഹിച്ചു, ഇപ്പോഴും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പാം മനസ്സിൽ പറയുന്നു. മിത്ര പ്രിൻ്റെടുത്ത് വന്ന് ഒരുപാട് ദേഷ്യപ്പെടുന്നു. കാരണം അവൾ വിചാരിക്കുന്നത് പാമിനെ ഇവിടേക്ക് വിളിപ്പിച്ചത് പ്രിന്നാണെന്നാണ്. അവൻ ഇത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മിത്ര കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഗൺ അപ്പോൾ അവിടേക്ക് വരുന്നു. ഇതിൽ പ്രിൻ്റെ ഒരു മിസ്റ്റേക്കും ഇല്ല. പാം ഇവിടേക്ക് വരാൻ കാരണം ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് മിത്ര അവിടുന്ന് പോകുന്നു. പ്രിന്റ് ഫേസ് കണ്ട് ഗൺ അവനെ ടീസ് ചെയ്യുന്നു. എന്തു പറ്റി ബ്രദർ, മിത്ര നിന്റെ തലയിൽ ബോംബ് ഇട്ട പോലെ ഉണ്ടല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈഫ് ലോങ് എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. കാരണം ഞാൻ എന്ത് ചെയ്താലും മിത്ര എന്നെ വിശ്വസിക്കില്ല. ഞാൻ ചെയ്യുന്ന എല്ലാം തെറ്റായിട്ടേ അവൾക്ക് തോന്നുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് നീ ഡൗൺ ആകാതിരിക്കൂ. എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നീ ഈ ചെയ്യുന്നത് കണ്ണു ചെയ്യുകയാണെങ്കിൽ നിന്റെ സിൻസിയാരിറ്റി ഒരിക്കൽ മിത്ര കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമെന്ന് ഗൺ പറയുന്നു. ഈ സീനിൽ ചെന്നെ നായയാണ് കാണിക്കുന്നത്. ചെൻ മനഃപൂർവ്വം നായെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഓ ഹലോ, ഇതെന്റെ കോഫി ഷോപ്പാണ്, നിന്റെ ഓഫീസല്ല. നിനക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി വർക്ക് ചെയ്യൂ. പോയില്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ തുടങ്ങുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട ഉടനെ ചെൻ അവന്റെ വാലറ്റ് എടുത്ത് നായയുടെ കയ്യിൽ കൊടുക്കുന്നു. നീ ഇതെടുത്തോളൂ, ഇതിലുള്ള എല്ലാം നിനക്കാണ്, നിനക്ക് എത്ര വേണമെങ്കിലും എടുക്കാമെന്ന് അവൻ പറയുമ്പോൾ ഇവൻ മെന്റലാണ്, ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ മനസ്സിൽ പറയുന്നു. മിത്ര നായെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. നിന്റെ കുട്ടികൾ പ്രിന്റെ കൂടെ ഇത്രയ്ക്ക് ഹാപ്പി ആണെങ്കിൽ നീ എന്താ അവരോട് പറയാത്തത് പ്രിൻ അവരുടെ ഫാദർ ആണെന്ന്? ഞാൻ ഒരിക്കലും ഈ കാര്യം പറയില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പ്രിന് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ ഫ്രണ്ടാണോ അതോ അവൻ്റെ ഫ്രണ്ടാണോ എന്ന് മിത്ര ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ നിന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. നിന്റെ മനസ്സിലുള്ള ഈ ദേഷ്യവും വാശിയെല്ലാം കളഞ്ഞ് നീ പ്രിന് ഒരു ചാൻസ് കൊടുക്കൂ. എന്നാൽ മാത്രമേ നിനക്ക് നിന്റെ ട്രൂ ലവ് കിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, പ്രിന്നാണ്. എന്തൊക്കെയാണെങ്കിലും നീ അവനോട് എത്ര ദേഷ്യം കാണിച്ചാലും ഇനി അവൻ നിന്നെ വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്നു. മിത്ര ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട്. നായാകട്ടെ സ്മൈൽ ചെയ്യുന്നു. കാരണം അവൾക്കും അറിയായിരുന്നു മിത്രയും പ്രിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ അവൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെന്ന്. ആണ്ട് മിത്ര എടുത്ത് വന്ന് നീ ഒരു കാര്യം ചെയ്യൂ, കുട്ടികളെയും പ്രിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് വരൂ, അവർ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആൻറ്റി, ഇതിനു വേണ്ടി ഞാൻ തന്നെ പോകണമെന്നില്ലല്ലോ, ഞാനേ വിടാമല്ലോ എന്ന് മിത്ര ചോദിക്കുമ്പോൾ ഞാനേ വിടാം, പക്ഷേ അവൾ ഇപ്പോൾ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യുക. സോ നീ ഫ്രീ ആയതുകൊണ്ട് നീ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ഒരു കാര്യം ചെയ്യാം, കിച്ചണിൽ ഞാൻ ആൻറ്റി ഹെൽപ്പ് ചെയ്യാം, ഞാനേ പോയി കുട്ടികളെ വിളിക്കട്ടെ എന്ന് മിത്ര പറയുമ്പോൾ നിന്നോട് പോയി വിളിക്കാൻ പറഞ്ഞ നീ എന്താ പോകാത്തത്? അല്ലെങ്കിലും ഈ ജോലി നിന്റെയാ, അവർ നിന്റെ കുട്ടികളാ, പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ആൻറ്റി അവളെ തള്ളിവിടുന്നുണ്ട്. മിത്ര വന്ന് നോക്കുമ്പോൾ പ്രിന്റെ കൂടെ കുട്ടികൾ ഒരുപാട് ഹാപ്പിയായി ഗെയിംസ് എല്ലാം കളിക്കുന്ന കാണുന്നു. തന്റെ ഹാപ്പി ഫാമിലി കണ്ട് മിത്ര സ്മൈൽ ചെയ്യുന്നു. റീന അവളോട് മിത്ര നീയും വരൂ, ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കൂ, നല്ല രസമായിരിക്കും എന്ന് പറയുന്നുണ്ട്. കുട്ടികൾ ഇത്രയും സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നീ ഇങ്ങനെ നോ പറയുന്നത് ശരിയല്ല, നീയും വരാൻ പ്രിൻ പറയുന്നുണ്ട്. ലാസ്റ്റ് മിത്രയും അവരുടെ അടുത്തേക്ക് വരുന്നു. കുട്ടികളെല്ലാം ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. പ്രിൻ മിത്രയോട് നീ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ? നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? പ്ലീസ് ഇനിയെങ്കിലും എന്നോടുള്ള ദേഷ്യം മാറ്റാൻ അവൻ പറയുന്നു. ഞാൻ നിന്നോട് ദേഷ്യത്തിലാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് നിന്നോട് വെറുപ്പാണെന്ന് മിത്ര പറയുന്നു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ സംസാരിക്കുന്നതെന്ന് റീന ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് മിത്ര പറയുന്നുണ്ട്. രണ്ട് കുട്ടികളും അവളെ ഹഗിക്കുന്നു. ഇത് കണ്ട് പ്രിന്നും അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ ഇതെന്താ ചെയ്യുന്നത്? എന്നെ വിടാൻ മിത്ര പറയുമ്പോൾ ഇവരെ പോലെ ഞാനും നിന്നെ ഹഗ് ചെയ്യാണെന്ന് പ്രിൻ പറയുന്നു. അവളെ വിടുന്നില്ല. എന്നെ വിടാനല്ലേ പറഞ്ഞെന്ന് മിത്ര പറയുന്നുണ്ട്. പ്രിൻ അപ്പോഴും അവളെ വിടുന്നില്ല. നീ എന്നെ ഹഗ് ചെയ്യേണ്ട ഒരാവശ്യമില്ലെന്ന് അവൾ പറയുമ്പോൾ എങ്ങനെ ആവശ്യമില്ലാന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവൻ ടൈറ്റായിട്ട് വീണ്ടും അവളെ ഹഗ് ചെയ്യുന്നു. കുട്ടികൾ എന്നെ ഹഗ് ചെയ്യുന്നത് നിന്നെയല്ല, എന്നെ വിടാൻ വീണ്ടും മിത്ര പറയുന്നു.
ദൂരെ നിന്ന് ഇതെല്ലാം പാം കാണുന്നുണ്ട്. ഇവർ 4 പേരും ഇതെന്താ ഫാമിലി ഗെയിം കളിക്കുകയാണോ? മദർ, ഫാദർ, ചിൽഡ്രൻ ഇങ്ങനെയൊക്കെ പാം സ്വയം പറയുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ വീഡിയോ എടുക്കുന്നു. അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രോൺസ് പീൽ ചെയ്ത് മിത്രയെ കഴിക്കാനായി പ്രിൻ കൊടുക്കുന്നു. പക്ഷേ പ്രോൺസ് കണ്ട് അവൾക്ക് വൊമിറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ ഓടി വാഷ്റൂമിലേക്ക് വരുന്നു. അവളുടെ പിറകെ പ്രിന്നും. നീ ഓക്കെ ആണോ എന്ന് അവൾ ഇറങ്ങി വരുമ്പോൾ ആണ്ട് ചോദിക്കുന്നു. ഓക്കെ ആണെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ നടന്നു വരുമ്പോൾ മിത്രയ്ക്ക് തല ഇറങ്ങുന്നു. അവൾ വീഴാൻ തുടങ്ങുന്നുണ്ട്. എല്ലാവരും കൂടി അവളെ പിടിക്കുന്നു. ഐ തിങ്ക് മിത്രയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്നത് ബെറ്റർ എന്ന് പ്രിൻ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മിത്രയ്ക്ക് കുറച്ച് റെസ്റ്റ് മതി. റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അവൾ ഓക്കെ ആകുമെന്ന് ആണ്ട് പറയുന്നു. ആണ്ട് മിത്രയും കൂട്ടി അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ പ്രിൻ ആൻ്റെ അടുത്ത് വന്ന് മിത്ര ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നു. നീ ഇത്രയും വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അവൾ ഓക്കെയാണ്. സ്ട്രെസ് കാരണം ചെറുതായിട്ട് തല ഇറങ്ങിയതാ. റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഓക്കെ ആകുമെന്ന് ആണ്ട് പറയുന്നു. മിത്രയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ സത്യത്തിൽ കുറച്ച് വറീഡാണ്. ഞാൻ കുറച്ചു നേരം അവളുടെ അടുത്ത് പോയി ഇരുന്നോട്ടെ എന്ന് പ്രിൻ ആണിനോട് ചോദിക്കുന്നു. അവളെങ്ങാനും ഇടയ്ക്ക് എണീക്കുമ്പോൾ നിന്നെ അവിടെ കണ്ട് എന്ത് ചെയ്യുമെന്ന് ആണ്ട് ചോദിക്കുമ്പോൾ ഐ പ്രോമിസ് ആൻറ്റി, ഞാൻ ഒരു ശബ്ദം ഉണ്ടാക്കില്ല, ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ ഞാൻ ജസ്റ്റ് പോയി അവളെ കണ്ട് മിണ്ടാതെ ഒരു സൈഡിൽ ഇരുന്നോളാം എന്ന് അവൻ പറയുന്നു. പിങ്കി പ്രോമിസ് എന്നും അവൻ പറയുന്നുണ്ട്. ശരി, നീ പോയി മിത്രയുടെ കൂടെ ഇരുന്നോളാൻ ആണ്ട് പറയുന്നു. ആണിനോട് താങ്ക്സ് പറഞ്ഞ ശേഷം പ്രിൻ ഓടി അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. മിത്ര ഇങ്ങനെ കാണുമ്പോൾ പ്രിൻ ഒരുപാട് വറീഡാകുന്നു. അവളെക്കുറിച്ച് ആലോചിച്ച് അവൾ സാഡുമായിരുന്നു. കാരണം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവളുടെ അവസ്ഥയ്ക്ക് കാരണം അവനാണല്ലോ. അവൻ മിത്രയുടെ അടുത്തു വന്നിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ച്, മിത്ര, നീ മനസ്സുകൊണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എല്ലാവരും ഒരു ഹാപ്പി ഫാമിലിയെ ജീവിക്കും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഓക്കെ ആകൂ, എന്നെ അക്സെപ്റ്റ് ചെയ്യൂ. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഐ ലവ് യു ടു മച്ച് മിത്ര എന്ന് അവൻ പറയുന്നു.